BJPക്ക് പതിവ് തെറ്റുന്ന രീതിയിൽ ഭൂരിപക്ഷത്തിന്റെ കണക്ക് നോക്കുമ്പോൾ നന്നേ കുറവാണ്. പല മണ്ഡലങ്ങളിലെയും ലീഡ് വളരെയധികം താപ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇതിലൊന്നും തന്നെ ഒരു അത്ഭുതവും ഇല്ല എന്ന രീതിയിൽ വളരെ ശക്തമായ വാശിയേറിയ മത്സരം നടക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിനെയൊക്കെ കവച്ചു വെക്കാനായി എന്നുള്ള പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. BJP കൃത്യമായി പറയുന്നത് കെജ്രിവാൾ അറസ്റ്റിലാകുന്നതോടുകൂടി ആം ആദ്മിയുടെ കട്ടയും പടവും മടങ്ങി എന്ന രീതിയിലേക്കാണ്. എന്നാൽ കോൺഗ്രസുമായി ആം ആദ്മി പുതിയൊരു ബാന്ധവത്തിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. ഇത് 2025 ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാൻ പോവുക. തീർച്ചയായും കോൺഗ്രസുമായി ഒരു ടൈപ്പിലേക്ക് കൊണ്ടുപോകാനാണ് ആം ആദ്മി പാർട്ടി ആലോചിക്കുന്നത്. ആം ആദ്മി പാർട്ടി MLA-മാരെ, നിയമസഭാ സാമാജികരെ ചകിട്ട് പിടിക്കാൻ വേണ്ടി BJP തലങ്ങും വിലങ്ങും നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ വളരെ വ്യക്തമാണ്. കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവിയെ തച്ചുടയ്ക്കുന്ന രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രകടനങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ നടത്താമോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു BJP നാൾക്ക് നാൾ അവലംബിച്ചിരുന്നത്. അതിനുവേണ്ടി പണാധിപത്യം ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവർ നടത്തിയിരുന്ന നടപടി. കെജ്രിവാളിന്റെ അറസ്റ്റ് സമയത്ത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കൊടുത്ത സമാനതകളില്ലാത്ത പിന്തുണ അതുതന്നെയാണ് കെജ്രിവാളിനെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് കരുത്തു നൽകിയതും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങായി നിന്നതും. അതുകൊണ്ടാണ് ജാമ്യ സമയത്ത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഹരിയാനയിലും ഡൽഹിയിലും UP-യിലും ഒക്കെ പ്രചരണം നടത്താൻ കെജ്രിവാൾ മുന്നിട്ടിറങ്ങിയതും അത് വലിയ രീതിയിലുള്ള ഒരു വിജയമാക്കി മാറ്റാൻ ശ്രമിച്ചതും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UP-യിലും ഹരിയാനയിലും ബഹുദൂരം മുന്നിലേക്ക് ഇന്ത്യ മുന്നണി പോയത് നമ്മൾ കണ്ടതാണ്. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ കേവലം 19,000 വോട്ടുകൾക്ക് മാത്രമാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി പരാജിതനായത്. അതൊഴിച്ചു നിർത്തിയാൽ ആം ആദ്മിയുടെ കാര്യത്തിൽ നമുക്ക് നോക്കിയാൽ വളരെ കൃത്യതയാർന്ന രീതിയും നിലപാടും അവർ കാത്തു സൂക്ഷിച്ചു. പഞ്ചാബിൽ പോലും കോൺഗ്രസും ആം ആദ്മിയും വെവ്വേറെ മത്സരിച്ചിട്ടും അവിടെ ഇന്ത്യ മുന്നണി 13-ൽ 10ഓളം സീറ്റുകൾ നേടിയെടുത്തു. BJPക്ക് സീറ്റുകളൊന്നും തന്നെ ലഭിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി നിർണയിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ഇതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് കെജ്രിവാളും കോൺഗ്രസും പ്ലാൻ ചെയ്തിരിക്കുന്നത്.